ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തൂ. ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു ചക്ക വരട്ടി. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചക്കച്ചുള ഇതുപോലെ അടർത്തിയെടുക്കുക. ഇനി അതിൻ്റെ അകത്തുനിന്ന് കുരു മാറ്റണം, ആ ചെറിയ ഒരു തൊലിയുള്ളത് അത് മാറ്റണം. അതൊക്കെ മാറ്റിയിട്ട് 1/2 കിലോ എടുക്കുക. ഇതിൻ്റെ നമ്മൾ ഈ പൊല്ലയൊക്കെ കളഞ്ഞ് കുരു അതിൻ്റെ അകത്തെ തൊലി ഇതൊക്കെ കളഞ്ഞ് ഇതുപോലെയാക്കി എടുക്കണം. ഇപ്പം തന്നെ നമ്മുടെ പകുതി വർക്ക് കഴിഞ്ഞ് ചക്ക മുറിച്ച് അതിൻ്റെ അകത്തെ ചുളയെടുത്ത് കുരുവൊക്കെ കളഞ്ഞ് അകത്തെ കൊച്ചു തൊലിയൊക്കെ കളഞ്ഞ് ഈ പരുവാക്കി എടുക്കും. ഇതൊരു 1/2 കിലോ എടുക്കുക. അതിനുശേഷം ഇത് മിക്സിയിലിട്ട് അരക്കാനുള്ള എളുപ്പത്തിന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇതിനെ ഒരു മിക്സിയിലിടുക, വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, ഒന്ന് അടിച്ചെടുക്കുക, മഷി പോലെ അരച്ചെടുക്കുക. മിക്സിയിൽ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു ശർക്കരപ്പാനി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇപ്പം 300 ഗ്രാം ശർക്കരയാണ് ഇതിലെടുത്തിരിക്കുന്നത്. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് പാനി ഉണ്ടാക്കിയിട്ട് നല്ലപോലെ അരിച്ചെടുക്കുക. എന്ന് പറഞ്ഞാൽ ഇതിൽ ചിലപ്പോൾ കല്ലും കട്ടയൊക്കെ കാണും. 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. അപ്പോൾ ചക്ക അരച്ച് വെച്ചത് മിക്സിയിലിട്ട് ശരിക്കും മഷി പോലെ അരച്ച് വെച്ചിരിക്കും. ശർക്കരപ്പാനി, ഏലക്കാപ്പൊടി, ജീരകത്തിൻ്റെ പൊടി, ചുക്കുപൊടി. ഇനി ഇതിൻ്റെ അകത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നെയ്യാണ്. അപ്പോൾ നെയ്യ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. നമ്മൾ ആ ചക്ക അരച്ചത് ഒരു കടായി അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചുകൊണ്ടിരിക്കുക. തിളച്ച് തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ സിമ്മിലിടുന്നതാണ്, അല്ലെങ്കിൽ അത് പൊട്ടി മുഖത്തൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. ഒരുമാതിരി കുറുകി കഴിയുമ്പോൾ ഈ ശർക്കരപ്പാനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നല്ലപോലെ ഇളക്കുക. ഈ പൊടിയും കൂടെ നമുക്ക് അതിലിടാം. നല്ലപോലെ മിക്സ് ചെയ്യുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. ഒരുമാതിരി കുറുകി വരുന്നുണ്ട്. നമ്മൾ ഇതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇടവിട്ട് ഒഴിച്ചു കൊടുക്കണം. കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ ആകെ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ചക്ക വരട്ടിയത് കൊണ്ട് നമുക്ക് അതിൽ നിന്ന് ഇച്ചിരിശ എടുത്ത് ഇത് ഫ്രിഡ്ജിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു 5-10 ദിവസമാണ് ഇത് വെളിയിലിരുന്നോളൂ. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് വയനയിലപ്പം, കുമ്പിളപ്പം ഒക്കെ ഇതുകൊണ്ടുണ്ടാക്കാം. കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കൊരിച്ചിരി പണിയാണ്. അതിനൊന്ന് കുറുകി വരണം. കുറച്ചുകൂടെ ഒന്ന് കുറുകാനുണ്ട്. ഒരുമാതിരി കുറുകിയിട്ടുണ്ട്, ഇച്ചിരി കൂടെ കുറുകാനുണ്ട്. ഒരുമാതിരി നല്ലപോലെ കുറുകിയിട്ടു. നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നാളെ രാവിലെ ആറി കുറേ കൂടെ ഒന്ന് കട്ടിയാകും. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരു 5-6 ദിവസമാണെങ്കിൽ നമുക്ക് വെളിയിൽ സൂക്ഷിക്കാം. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് ചക്ക വരട്ടി ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമ്മുടെ ചക്ക വരട്ടി ഇതുപോലെ ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കാം. മാസങ്ങളോളം നമുക്ക് കുമ്പിളപ്പോ വയനയിലപ്പോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് എടുക്കാവുന്നതാണ്. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.